ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലെ പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ലോൺ ആപ്പിന്റെ പേരിൽ ആരും ജീവൻ ഒടുക്കില്ല. HODക്കെതിരെയുള്ള ആരോപണങ്ങളിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. പ്രതികൾക്കെതിരെ സർക്കാർ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്നും ചെന്നിത്തല പറഞ്ഞു. വാസ്തവത്തിൽ ഒരു കോളേജിൽ, കേരളത്തിലെ ഒരു കോളേജിൽ ഇങ്ങനെ ജാതി അധിക്ഷേപം നടക്കുന്നു എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം അപമാനകരമായ ഒരു സംഭവമാണ്. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആരും രക്ഷപ്പെടാൻ പാടില്ല. തന്നെയുമല്ല, ഈ കുട്ടി മരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മൃതദേഹം കൊണ്ടുവന്നിട്ട് ആ കോളേജിൽ നിന്ന് ആരും വന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതിനെ അക്കമ്പനി ചെയ്തില്ല. വിദ്യാർത്ഥികളെ വിട്ടില്ല, അധ്യാപകരെ വിട്ടില്ല, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ആരും വന്നില്ല. അങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിട്ട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. ഇതുപോലെ ആള് കഴിഞ്ഞ 2 വർഷത്തിനിടെ അവിടെ വീണ്ടും ആത്മഹത്യ ചെയ്തതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്? അപ്പൊ ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ശക്തമായ അന്വേഷണം നടക്കണം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടാൻ ഒരിക്കലും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഈ വീട്ടിൽ തന്നെ എത്ര പേര് ഇതുപോലെ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്? കേരളത്തിൽ എത്രയോ പേര് എടുക്കാറുണ്ട്. അതിന്റെ പേരിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുമോ? അപ്പൊ ജാതി അധിക്ഷേപം അതൊന്നും ഒരിക്കലും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. അതാണ് ഞാൻ പറയുന്നത്. 2ാം രോഹിത് വെൻമൂലിയാണ് ഈ കുട്ടിയെന്ന് പറയുന്നത്. ഇതെല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്.